ഇതുവരെ ഡ്രസ് മാറിയില്ലേ? Just you listen. I'll have all your jobs. ഒന്ന് വരൂന്നേ. പുള്ളിക്കാരൻ ബാത്റൂമിലേക്ക് പോയി. എന്ത് എന്താ ഈ കാണിച്ചത്? കളമാക്കിയില്ലേ? ഒരുത്തനെ പിടി തകർത്തിട്ട് പൂട്ടി. തലയിൽ വല്ലതും ഉണ്ടാ? അനാവശ്യം പറയരുത്, സസ്പെൻഷനായിരിക്കും. പക്ഷെ CI ആണ്. ഇതൊക്കെ എന്റെ ഈ തലേന്ന് വരൂ. തലയിൽ നിന്ന് വിക്ക് എവിടെ ചോദിച്ചേ? വിക്ക് എവിടെ പോയി? അവൻ പോയി. പോയി. മറ്റവൻ എങ്ങോട്ടാ ഓടിയത്? ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല സാർ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. താങ്ക്സ് സാർ. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളൊരു മരമണ്ണനാണെന്നല്ലേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന കിംവദന്തികളല്ലേ സാറേ? ഇനിയെങ്കിലും ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുക്കണം സാർ. തീർച്ചയായും. ധൃതി പിടിക്കണ്ട, സമയമായിട്ടില്ല. ദാസപ്പ പട്ടിലേക്ക് ഇട്ട് കൊല്ലു സാർ. ആ കടലാസ് പുള്ളി വീടറിച്ചില്ലേ? ആ എളുപ്പം എത്തും. ഇവിടെ ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് പോലീസുകാരുണ്ട്, അല്ലാണ്ട് നാട്ടുകാരല്ല. ആരാ പറഞ്ഞു ക്രിമിനലാണ്? എന്തൊരു തെളിവുകള്? ഇവനെ അടിച്ച ഷേപ്പ് മാറ്റി ഞാൻ നിന്ന് വാദം എടുക്കാൻ എടുത്തിട്ട് പോണോ? കൊണ്ടുപോടാ, കൊണ്ടുപോടോ. ഞാൻ വരട്ടെ സാർ. റിപ്പോർട്ട് ചെയ്യരുത്. ഒരു ധൈര്യത്തിന് ഞാനും പറഞ്ഞോ? അറിയിക്കാം. അറിയിക്കണേ. അപ്പൊ ഞാൻ ഏതായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ. ശരി സാർ. മിനിസ്റ്റർ തന്നെ വിളിക്കും. ഈ ഒടുക്കത്തെ മുണ്ടും പാവാടയും ആ കിളവൻ എണീറ്റുണ്ടാവോ? വെളുക്കുമ്പോ കുളിക്കാൻ പോകുന്ന വഴിയിൽ നിന്നവനെ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. എന്താ ജമീലെ, ചായ ആയില്ലേ? ഇപ്പൊ തരാം. കൃത്യം 6 മണിക്ക് എനിക്ക് ചായ വേണം. 7 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം കിട്ടിയിരിക്കണം. 8:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. ഞാൻ സ്ട്രിക്റ്റാ പറഞ്ഞേക്കാം. 6 മണിയായില്ലേ? ചായ കൊണ്ടുവാ. വീണം നിലാട വീണ പനങ്കിളിക്കേ എന്താ ജമീലെ, വള എങ്ങനെ പൊട്ടി? വള നേരത്തെ പൊട്ടിയതാ. ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ലക്ഷ്മി എഴുന്നേറ്റോ? ചേച്ചി കുളിക്കാൻ പോയി. നാരായണനോ? നാരായണൻ പശുവിനെ കുളിപ്പിക്ക. ജമീലെ, കാശിന് ആവശ്യം വല്ലതുണ്ടെങ്കിലേ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോട്ടെ. പിന്നെ ജമീലെ, എന്റെ മുറിയിലെ തലയണക്കടിയിലെ സിഗരറ്റ് ഇരിപ്പുണ്ട്, ഇങ്ങെടുത്തോണ്ട് വാ. സിഗരറ്റ് അധികം വലിക്കുന്നത് ശരീരത്തിന് കേടാ.
എടാ നിന്റെ പരിപ്പൊന്നും ഇവിടെ വേഗത്തില്ലടാ പുന്നാര മോനെ വെച്ചിട്ട് പോടാ. ആരാ വിളിച്ചത്? അതാ തെണ്ടി തന്നെ. തെണ്ടിയോ? എന്റെ മോളെ ഒരുത്തനെ ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലേ, ആ ഇടിയറ്റ് തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല, ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ കെട്ടത്തില്ല. അവന്റെ ഒരു ടെലിഫോൺ വിളിയേ, എന്റെ പൊന്ന് ജമീലേ, അവനെന്റെ ലക്ഷ്മി മോളെ മയക്കിവിടെ കയറാൻ നോക്കുക. അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കും. എന്റെ ജമീൽ നോക്കിക്കോ. ആരെയാ ഓടിക്കാൻ പോണെന്ന് താൻ കണ്ടോടോ? ശല്യം കൂടുതലാണെങ്കിൽ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? കൂടാത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്തിനും തയ്യാർ. ഇവിടെ അയ്യപ്പൻകാവിന്റെ അടുത്ത് നല്ലൊരു കർമ്മയുണ്ട്. ഞാൻ അഡ്രസ് തരാം, ഒന്ന് പോയി കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ ഈ നാട്ടിൽ നിന്ന് എനിക്ക് ഓടിക്കണമെന്റെ ജമീലേ. അങ്ങനെയല്ലേ ഞാൻ എന്റെ കെട്ടിയവനെ ഓടിച്ചത്. അപ്പൊ ജമീലയുടെ കെട്ടിയവൻ സ്ഥലത്തില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിവിടെ വരാൻ പറ്റിയതും സാറിനെ കാണാൻ പറ്റിയതും. ആ സ്വാമിയോട് എന്ന് പറഞ്ഞപ്പോ ഒരു തകിട് മന്ത്രിച്ചു തന്നു. അത് നടുമുറ്റത്ത് കുഴിച്ചിട്ടാ അന്ന് അങ്ങേര് പോയി. ആര്? സ്വാമിയോ? അല്ല, എന്റെ കെട്ടിയവൻ. വിശ്വസിക്കാവോ? ചുട്ട കോഴി തിന്നുന്ന ആളാ. ആഹാ. ആ നിങ്ങൾ പറഞ്ഞതുപോലല്ലോ പ്രശ്നത്തിൽ കാണുന്നത്. മകളും മരുമകനും വളരെ അടുത്താണല്ലോ. ഏയ്, അവൻ വേറെ വീട് വാടകയ്ക്കെടുത്താ താമസിക്കുന്നത്. അതെ, വാടകയ്ക്കാണെങ്കിലും അടുത്തടുത്താണെന്ന് ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? എന്റെ മരുമകനെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. നിങ്ങളുടെ മരുമകനെ? അതെ. മകളുടെ ഭർത്താവിനെ? അതെ. നിങ്ങളുടെ ശത്രുവിനെ? അതെ. പറഞ്ഞയക്കണം. അതെ. പ്രതിവിധി ഉണ്ടല്ലോ. ഒന്ന് ബാക്കിയാണല്ലോ. ആരൂട്ടം തകർന്നിരിക്കുകയാണ്. വീട്ടിലാണ് പ്രശ്നം. ഞാനൊരു തകിട് ആവാഹിച്ചു തരാം. അത് വീട്ടിന്റെ നടുമുറ്റത്ത് കുഴിച്ചിടണം. നോക്കട്ടെ, ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് പറയൂ. മുരിക്കി പുഷ്പം. മനുഷ്യന്മാര് പറയുന്ന പൂവിന്റെ പേര് പറയൂ. ചെമ്പരത്തി. അത് 2 വേണ്ടി വരും. 10 താഴെ ഒരു അക്കം പറയൂ. 9. 9 എന്ന് പറയുമ്പോ 6 3 9. 9 2 7. പ്രശ്നമാണല്ലോ. അല്ല സ്വാമി, 9 2 പോകാതിരുന്നാ പോരെ, അപ്പൊ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടാകാമല്ലോ. അയ്യോ, അതെന്തിനാ? നല്ല പ്രതിവിധി ഉണ്ടാവും. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും മോളും അവളുടെ കൊച്ചും. പോരല്ലോ. പിന്നെ വേലക്കാരി ഉണ്ടോ? ആ വേലക്കാരി എങ്ങനെയുണ്ട്? തരക്കേടില്ല. അതല്ല ചോദിച്ചത്. ആ കൈ ഇതിന്റെ മുകളിൽ വെക്കൂ. സ്വാഹ. ഒരു 4ാം വേദക്കാരിയല്ലേ? അതെ സ്വാമി. അവൾ പുറത്തു വന്നാലേ പൂജ നടക്കും. അന്യമതക്കാർ അവിടെ പാടില്ല. അത് സാരമില്ല, ലീവ് കൊടുത്തയക്കാം. എന്നാ പൂജ നടക്കുവോ? തീർച്ചയായും നടക്കും. നിങ്ങളുടെ മകൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അതറിയില്ല. അത് സാരമില്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം മതിയല്ലോ. മതിയെങ്കിൽ ദക്ഷിണ വെച്ചോളൂ. എന്താ വെക്കേണ്ടത്? 2001 രൂപയും ആ കയ്യിൽ കിടക്കുന്ന മോതിരവും. അയ്യോ, മോതിരം എന്തിനാ? ശത്രുവിനെ ആവാഹിക്കാൻ. ഇതിലിട്ടോളൂ. വരുന്ന സെക്കൻഡ് സാറ്റർഡേ പൂജ നടക്കുന്നതായിരിക്കും.